അഹാൻ അയച്ചൊരു മെസ്സേജാണ്, തൻവി, യുവർ ഡിയർ ഗ്രാൻഡ് മദർ ഇസ് ദ ബിഗ്ഗസ്റ്റ് ബിച്ച് ഓൺ എർത്ത്. ഇഫ് യു, എനിക്ക് തളം എൻ്റെ കൊച്ചാണ് സത്യം, അഹാൻ അയച്ചേക്കുന്ന മെസ്സേജാണ്. ഇഫ് യു ഓൾ വിഷ് ടു സീ ഡാഡ് എ ലൈഫ് ഫോർ സം മോർ ടൈം പ്ലീസ് ആസ്ക് ഹർ ടു അഡ്ജസ്റ്റ്. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. എന്നിട്ട് നിങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അമ്മ ആരുമില്ല എന്ന് പറഞ്ഞ് കരയുന്നത് അപ്പം മരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കൂടെ വരാൻ വേണ്ടി പറഞ്ഞു, അതിന് എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അത്രേ ഉള്ളൂ കാര്യം. ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇത് നിങ്ങൾ കറക്കി തിരിച്ച് സിന്ധു കൃഷ്ണ അവിടെ അമ്മേനെ നോക്കുന്നില്ല, അവിടെ തൻവിയുടെ അമ്മ അവരെ നോക്കുന്നില്ല, ഇവർ നോക്കുന്നില്ല, അവർ നോക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ശരിക്കും അവർ നോക്കുന്നില്ല. അതാണ് സത്യാവസ്ഥ. എൻ്റെ മക്കൾ അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ. പക്ഷേ അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറേ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി ഇവളെന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിനെയും ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചുതരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിൻ്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിൻ്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതേ ഇതേ പിന്നെ എന്താ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇതുണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എനിക്ക് അവരയക്കണേന് അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് അയക്കുന്നതേ ഇല്ല. അപ്പം അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചുമ്മാ ഇരുന്ന എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞല്ലേ, ഞാൻ പറയില്ല. എന്നിട്ട് അവർ പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ലെന്നും അപ്പൂപ്പൻ്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അത് അവരെ മൂക്കുന്ന രക്തം വന്നെന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ മൂക്കങ്ങനെ മുറിഞ്ഞ രക്തം വന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിൽ ഒന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ പറയുന്നത്. തെറിയും പറഞ്ഞു കൊണ്ടുപോയ ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാലും അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും, എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്. അതും പോയി. എനിക്ക് അമ്മൂമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തന്നെ നോക്കാത്തതിൻ്റെ പേരിലാണ് ഞാൻ. അവർ പറയുന്നത്, അമ്മ പറയുന്നത് ചിന്നമ്മ എന്നാണല്ലോ എൻ്റെ അമ്മേനെ വിളിക്കുന്നത്. ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും എൻ്റെ ഒരാൾ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ചാൽ അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കല്യാണത്തിന് പോലും ആ നാറി സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാ. അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ. എന്നിട്ട് പറയും അമ്മൂമ്മ അപ്പൂപ്പനുമായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് എന്ത്? ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യും. അത് ആരും തിരക്കേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങൾ 10-58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ
പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോലെ അപ്പം അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും എനിക്ക് ജീവിക്കാനുള്ളതും ഒക്കെ തന്നിട്ട് തന്നെ എൻ്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തെന്തിനപ്പൂപ്പ, എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തതെന്നെല്ലാം അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നഴ്സ് വന്നിട്ടുണ്ട്, അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മുമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മുമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, എന്നാ അപ്പൂപ്പനും അങ്ങനെ ഇഷ്ടം പോലും അല്ല. അപ്പം എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നൂല. പക്ഷേ അമ്മൂമ്മ വിളിച്ചപ്പോഴും പിന്നെ എപ്പോഴും പറയുന്ന ഒരേ കാര്യം പോലെ വിഷമം പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഷോട്ട് എടുത്തു. അമ്മൂമ്മ എനിക്ക് ആരുമില്ല, എന്നെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കത് കേട്ടപ്പോഴത്തേക്കും വിഷമമായി. കാരണം അമ്മൂമ്മ ആരുമില്ല എന്ന് പറയുന്നത് അപ്പൂപ്പം പോയതുകൊണ്ട് അമ്മൂമ്മക്ക് കൂട്ടിന് ആരുമില്ല. കാരണം അമ്മൂമ്മക്ക് ജോലിക്ക് നിൽക്കുക ആളുണ്ട്. പിന്നെ അമ്മൂമ്മേനെ സിന്ധുമ്മയുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയി നിർത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അമ്മൂമ്മക്ക് ഈ OCD എന്ന് പറഞ്ഞ സാധനം ഉള്ളതാണ്. അപ്പോൾ അമ്മൂമ്മക്ക് അമ്മൂമ്മയുടെ രീതിയിലൊക്കെ വീട് വൃത്തിയാക്കാൻ ഉള്ള രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞ ആ കാര്യം സത്യമാണ്, അമ്മൂമ്മക്ക് OCD ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വീണതേ അമ്മൂമ്മയുടെ അടുത്താണ്. അപ്പോൾ അമ്മൂമ്മക്ക് പണ്ട് തൊട്ടേ ഈ അസുഖം ഉണ്ടായിരുന്നു. എനിക്കതുകൊണ്ട് അത്രയും വലിയ കുഴപ്പമില്ല. അത് മാത്രമല്ല, ഞാൻ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്തപ്പോൾ മറ്റേ സ്പെഷ്യൽ നീഡ്സ് ആയ പ്രായമുള്ള ആൾക്കാരോട് വർക്ക് ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ അമ്മൂമ്മയുടെ OCD ഒക്കെ ഒന്നുമല്ല. തൻവി ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഒരു ക്ലാരിറ്റിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തൻവി എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടത് ശരിക്കും പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കുന്ന തരത്തിലായിരുന്നു. അവിടെ നിന്ന് പിച്ചും മാന്തും അവിടെ പാമ്പർ മാറ്റും അതെല്ലാം ചെയ്തിട്ട് വരുമ്പോൾ അമ്മൂമ്മയുടെ ഈ OCD ഒക്കെ എനിക്കൊരു വലിയ കാര്യമായിട്ടേ തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അമ്മൂമ്മയ്ക്ക് കൂടെ അപ്പൂപ്പനില്ല എന്ന് അമ്മൂമ്മ പറയുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആ വീഡിയോയിൽ സിന്ധുമ്മയുടെ ഫാമിലിയോ എൻ്റെ കസിൻസിനെയോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അത് മൊത്തവും കഥ കറക്കി അത് അവരെ അഗേൻസ്റ്റ് നെഗറ്റീവ് ആക്കി ഞാൻ ആ കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്തതിൻ്റെ കാരണം ഞാൻ പറയാം. കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്തതിന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് സമയത്ത് ആർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഞാനിവിടെ 100 തിരക്കിലായിരുന്നു. നമുക്കിവിടെ കുക്ക് ചെയ്യാനോ ക്ലീൻ ചെയ്യാനോ ഉള്ള ഒരു സാധനവും നമുക്ക് ആവശ്യമുള്ളതില്ല. ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാൻ സ്നാക്സ് ഇല്ലായിരുന്നു. അങ്ങനെ കുറേ അവരാരും കുറ്റപ്പെടുത്തിയതല്ല. അത് മാത്രമല്ല, അമ്മൂമ്മ അപ്പൂപ്പ മരിച്ചതിന് ശേഷം ഒരു വീഡിയോസിലില്ലായിരുന്നു. ഓൾറെഡി അതൊരു വാർത്തയായി വരുമായിരുന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല അത് ഇത്രയും വലിയ ഒരു കുത്തിത്തിരിപ്പായിരിക്കുമെന്ന്. ഞാൻ ആകെ പറഞ്ഞത് അമ്മൂമ്മയ്ക്ക് ആരുമില്ല എന്ന് പറഞ്ഞുള്ള വിഷമം പറഞ്ഞ് എന്നെ ടെൻഷനാക്കി. അപ്പൂപ്പനും മരിച്ച്. പിന്നെ അതിനുശേഷം ഞാൻ ഇപ്പോൾ ഇതിടാം. അമ്മൂമ്മ ഇതേപോലെ സ്കാനും കാര്യങ്ങളും അയച്ചിട്ട് എന്നെ വിഷമിപ്പിക്കുമായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ഒന്നാമത് ഞാൻ ഡെലിവറിയും കഴിഞ്ഞ് നിൽക്കുക. പ്രഗ്നൻസി ടൈമിലും എനിക്കിത് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. അമ്മൂമ്മ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ പറയാമല്ലോ, സത്യം പറയാമല്ലോ, ഞാൻ അമ്മൂമ്മയുടെ കൂടെ വളർന്നത്. അപ്പോൾ ഈ വീട് തൂക്കുന്നതും തുടയ്ക്കുന്നതും ഈ പാത്രങ്ങൾ എല്ലാ കാര്യവും അമ്മൂമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ അടുക്കള എനിക്ക് ആഹാരം വെക്കാൻ അറിയത്തില്ല. നിങ്ങൾ എൻ്റെ വ്ളോഗ്സ് കണ്ടു കാണും. എല്ലാ വീഡിയോയിലും യോജിയ ഫുഡ് വയ്ക്കുന്നത് എന്നെ അവരതുപോലെ പൊന്നുപോലെ നോക്കി. ഇപ്പോൾ സിന്ധുമ്മയുടെ ഫാമിലിയിലും എൻ്റെ കസിൻസിനെ ഒന്നും അമ്മൂമ്മ അങ്ങനെ നോക്കിയിട്ടില്ല. എന്നെ നോക്കിയിട്ടുള്ളൂ. ബിക്കോസ് എൻ്റെ അമ്മ എന്നെ നോക്കിയിട്ടില്ല. അപ്പോൾ ആഹാന വ്ളോഗിൽ എൻ്റെ അമ്മേനെ കുറിച്ച് പൊക്കി എനിക്കൊന്നും അറിഞ്ഞൂടാ. അവരോട് അങ്ങനെയാണ് പെരുമാറിയത്. ബിക്കോസ് അവർ ഫേമസ് ആണ്. അതുകൊണ്ട് അവരോട് അങ്ങനെയാണ് പെരുമാറുന്നത്. കുഞ്ഞിലേ തൊട്ടേ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അമ്മൂന് മാത്രമേ ഫേവർ ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. എന്നെ ഒരു കാര്യത്തിന് എന്നെ പട്ടിയെ പോലെയാണ് നോക്കിയത്. ഞാൻ എല്ലായിടത്തും എൻ്റെ അമ്മ എന്നെയും കൊണ്ടുപോകാമോ എന്ന് പറഞ്ഞ് കരഞ്ഞ കുട്ടിയാണ് ഞാൻ. എനിക്കറിഞ്ഞൂടെ, എൻ്റെ കാര്യം പോലെ അല്ലല്ലോ ബാക്കിയുള്ളവരോട് പെരുമാറുന്നത്. കല്യാണം എത്രയോ പേര് ഞാൻ ക്യാൻറ്റീനിൽ കണ്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞവർ എന്ന് വെച്ചാൽ കൊച്ചുങ്ങൾ 3 ഇപ്പോൾ ഞാൻ സ്റ്റെപ്പ് കൊച്ചായിട്ട് വന്നാൽ പോലും അവരെൻ്റെ സ്റ്റെപ്പ് ബ്രദേഴ്സ് ആണെങ്കിലും ദേ ആർ സ്റ്റിൽ മൈ സിബ്ലിങ്സ്. അവരെ നോക്കുന്ന പോലെയല്ലേ എന്നെ നോക്കുന്നത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂർ എൻ്റെ അമ്മേനെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ പറയണേ നീ ഒരു ചേച്ചിയുടെ മോളാണെന്ന്, എൻ്റെ മോളാണെന്നൊന്നും പറയല്ലേ, ആർക്കും അറിയത്തില്ല ഞാൻ സെക്കൻഡ് മാരേജ് ആണെന്ന്. ഇങ്ങനെയൊക്കെ ഒരു സ്വന്തം മോളുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു സ്ത്രീയാണ് അത്. ഓക്കെ, അവിടെയും ചാറ്റ് പ്രൂഫ് എൻ്റെ ഉണ്ട്. ഞാൻ എൻ്റെ ഡെലിവറിയുടെ അന്ന് പോലും എന്നോട് പറഞ്ഞ്, നീ ഈ വീട്ടിൽ വന്ന് നിന്നാൽ നീ നശിച്ചു പോവും, ഈ ശപിച്ച വീട്ടിൽ വന്ന് നിന്നാൽ നീ നശിച്ചു പോവും, നിനക്കൊന്നും കിട്ടാൻ പാടില്ല, നിനക്ക് കിട്ടുന്ന നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം ആ എല്ലാ സാധനവും അത് നീ എല്ലാവരോടും ഷെയർ. എനിക്കൊരു കല്യാണം പോലും ഇല്ലായിരുന്നു. എൻ്റെ ഇരുന്ന സ്വർണ്ണമല്ല എൻ്റെ അമ്മ വിറ്റ് അത് കാശാക്കിയിട്ട് അവസാനം എൻ്റെ പേരിൽ ഒരു 1,00,000 ഉണ്ടായിരുന്ന പോലും അത് വന്ന് പകുതി എടുത്തുകൊണ്ട് പോയി. ഞാൻ എൻ്റെ അമ്മ എന്തിനാ എന്നെ കൊണ്ട് കുടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അതേപോലെ ഇഷ്ടംപോലെ എൻ്റെ സ്വർണ്ണങ്ങളെല്ലാം അവർ വിറ്റ്. ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മോശിയുടെ കല്യാണത്തിൽ വന്നപ്പോൾ എനിക്ക് ഒരു സ്വർണ്ണം പോലും ഇല്ല. ഞാനിപ്പോൾ നിങ്ങളോട് കള്ളം പറയേണ്ട ആവശ്യം, ഈ കമ്മലുണ്ടോ, ഇത് ഗോൾഡ് പോലും ഇല്ല. എൻ്റെ കാലൊന്നും അത് വീട് ക്യാൻഡേ പോയി 2024 ഊരി വീണതാണ്. എനിക്ക് കാത് ഇടാൻ പോലും ഒരു കമ്മൽ കൂടി മേടിക്കാനുള്ള സമയമില്ലായിരുന്നു സാഹചര്യം. ഇത് ഏതൊരു ഡ്യൂപ്ലിക്കേറ്റ് കമ്മലാണ്. അത് അടയാതിരിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മേനെ അത്രയും പൊക്കി പറഞ്ഞതിന് എനിക്ക് പറയാനുണ്ടല്ലോ. എൻ്റെ എല്ലാ മെസ്സേജ് ചാറ്റും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതൊന്നും പബ്ലിക്കലി ഇടാൻ താല്പര്യമില്ല. പക്ഷേ ഇത്രയും പൊക്കി പറയുമ്പോൾ നമ്മളും പറയണ്ടേ. അപ്പോൾ മറ്റേ ദുബായിലൊക്കെ കയറിപ്പോയി പൈസയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിലൊന്നും ഗതിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ
അപ്പൂപ്പൻ ഓരോ മുട്ടു സൂര്യന് മുതൽ പോലും എടുത്ത് സേവ് ചെയ്ത് വെക്കും. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അമ്മൂമ്മയും അപ്പൂപ്പനും ഒരുമിച്ച് അവർ ഭയങ്കര പാവപ്പെട്ട സ്ഥലങ്ങളിൽ വരുന്നവർ. അപ്പോൾ അവർക്ക് ഒരു സ്ഥലം പോലും കളയാൻ ഇഷ്ടമില്ല. അപ്പോൾ അവർ കുറേ സാധനങ്ങളിങ്ങനെ കൂട്ടി വെക്കുന്ന ഒരു ശീലമുണ്ട്. പക്ഷേ ഞാൻ വന്ന അമ്മൂമ്മയ്ക്ക് ഞാൻ എന്ത് പറഞ്ഞാലും അമ്മൂമ്മ ഓക്കെയാണ്. ബിക്കോസ് ഞാൻ അമ്മൂമ്മയോട് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എനിക്ക് അമ്മയായിട്ട് ഒരു ക്ലോസ്നെസ്സും ഇല്ല. എൻ്റെ അച്ഛനുമായിട്ട് ഞാൻ നല്ല ക്ലോസ് ആയിരുന്നു. പക്ഷേ എൻ്റെ അച്ഛനുമായിട്ട് ഞാൻ 3 വർഷം മാത്രമേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ശരിക്കുമായിട്ട്. ഞാൻ ജനിച്ച കുഞ്ഞായിരുന്നപ്പോഴും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി. എൻ്റെ ഒരു പാമ്പർ പോലും എൻ്റെ അമ്മ മാറ്റിയിട്ടില്ല. എൻ്റെ പോട്ടി വരെ എടുത്തത് എൻ്റെ അമ്മയാണ്. എന്നെ സ്കൂളിൽ കൊണ്ടുപോയതാണെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയതാണെങ്കിലും മുടി വെട്ടാൻ കൊണ്ടുപോയതാണെങ്കിലും എല്ലാം അപ്പോൾ പിന്നെ അമ്മയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അവരോട് എനിക്ക് നന്ദിയോട് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ അമ്മൂമ്മയും സിന്ധുമ്മയും അമ്മും വേറെ ആരും ആയിട്ടും അമ്മൂമ്മയ്ക്ക് പ്രശ്നമില്ല. ഇവർ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ അടിയായി. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ്ലി അറിഞ്ഞുകൂടാ. ഞാൻ എവിടെ ഇല്ലായിരുന്നു, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അപ്പം അമ്മൂമ്മ അഥവാ അവരുമായിട്ട് അടിയായെങ്കിലും ഞാനുമായിട്ടൊരു പ്രശ്നമില്ലായിരുന്നു. അതേപോലെ സിന്ധുമ്മയുടെ ഫാമിലിയായിട്ട് ഞാനുമായിട്ടൊരു പ്രശ്നമില്ലായിരുന്നു. സോ ഇവർ രണ്ടുപേരുടെ ഇടയ്ക്ക് പെട്ടുപോയത് ഞാൻ. അപ്പോൾ ഇവർ അപ്പൂപ്പന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇല്ലെന്ന് നിങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അമ്മൂമ്മ ആരുമില്ല എന്ന് പറഞ്ഞ് കരയുന്നത് അപ്പൂപ്പൻ മരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കൂടെ വരാൻ വേണ്ടി പറഞ്ഞു. അതിന് എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അത്രയേ ഉള്ളൂ കാര്യം. ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇത് നിങ്ങൾ കറക്കി തിരിച്ച് സിന്ധു കൃഷ്ണ അവിടെ അമ്മേനെ നോക്കുന്നില്ല, അവിടെ തന്വിയുടെ അമ്മ അവരെ നോക്കുന്നില്ല, അവർ നോക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ശരിക്കും അവർ നോക്കുന്നില്ല. അതാണ് സത്യാവസ്ഥ എന്ന് വെച്ചാൽ അമ്മൂമ്മേനെ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അമ്മൂമ്മ പ്രശ്നമാണ്. ഇവർക്കൊക്കെ അപ്പൂപ്പനെയാണ് കൂടുതൽ ഇഷ്ടം. അമ്മൂമ്മേനെ അത്രയും താല്പര്യമില്ല. അങ്ങനെ കാരണം അമ്മൂമ്മയ്ക്ക് എപ്പോഴും ഞാനാണ് വലുതെന്ന് പറഞ്ഞ് അമ്മൂമ്മ എൻ്റെ എല്ലാ കാര്യവും നോക്കുമായിരുന്നു. സോ ബേസിക്കലി അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ബിക്കോസ് എന്നെ മാത്രമേ കൊച്ചുമോളെ മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ളൊരു പരാതിയാണ്. കാരണം അമ്മൂമ്മ നോക്കുമ്പോൾ എൻ്റെ അച്ഛനില്ല, എനിക്ക് അച്ഛനില്ല. അമ്മയാണെങ്കിൽ എൻ്റെ അമ്മയുടെ കാര്യം നോക്കിപ്പോയി. ഞാൻ ചെന്നൈയിൽ നിന്നപ്പോൾ പോലും ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ചെന്നൈയിലാണ് നിന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മനസ്സിൽ വരെ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ അച്ഛനെ വരെ ഞാനങ്ങ് ചത്തിരുന്നെങ്കിൽ ഞാനിത് മുമ്പ് പറഞ്ഞിട്ടും തോന്നുന്നു, ചത്തിരുന്നെങ്കിൽ 2 പേരുടെ ഫാമിലിക്ക് ഞാൻ ഒരു ബുദ്ധിമുട്ടാവത്തില്ല. ഒരു കൊച്ചായിട്ടൊരു ഇരിക്കുന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ എൻ്റെ മനസ്സിൽ വെച്ച് വിചാരിക്കുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രയും ആരും ഇല്ലാതിരുന്ന സമയത്താണ് എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മ എന്നെ എടുത്ത് വളർത്തിയത്. അവരോട് എനിക്ക് നന്ദികേട് കാണിക്കാൻ പറ്റുമോ? ഇവർ തമ്മിൽ അടിയായി, ഓക്കെ. അപ്പോൾ ഞാനും അമ്മൂമ്മയായിട്ട് പറയുകയാണ്, അമ്മൂമ്മ എന്തോ അമ്മൂമ്മയ്ക്ക് OCD ഉണ്ട്, ഈ ആൾക്കാർ വന്ന് പോകണം, എന്തോ അമ്മൂമ്മ എന്ന് പറയും. ഞാനും അമ്മൂമ്മേനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ വന്നതിന് ശേഷം ഒരു സ്ത്രീ വന്നു. അവർ വന്ന് ജോലിക്ക് ഇങ്ങനെ നിന്നു. ഞാൻ ചേച്ചി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ 2 ദിവസം അതുമാത്രമല്ല അമ്മൂമ്മയുടെ കസിൻ ഉണ്ടായിരുന്നു ഗിരിജവല്യമ്മ എന്ന് പറഞ്ഞിട്ട്, അവരും വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിലെ പകുതി പണി ഞാനാണ് ചെയ്തത്. ഈ ചേച്ചിയെ കൊണ്ട് മെയിൽ വരെ ഞാൻ ഒരു ദിവസം 8 to 4 മണി വരെ നിൽക്കുന്ന ആളാണ്. അതിന് 8 മണിക്ക് വരാനുള്ളവർ 9 മണിയായിട്ടാണ് വരുന്നത്. ഓക്കെ, പോട്ടെ. ഞാൻ പറഞ്ഞ അമ്മൂമ്മ പോട്ടെ, അവർ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഈ 8 മണി എന്നുള്ള ഡെയിലി 8:45, 9 എന്നിട്ട് അവർക്ക് 4 മണിക്ക് പോകണം 3. പക്ഷേ ഈ സാലറി അവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ 8 to 4. അപ്പം നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമെന്ന് വെച്ചോ, 8 to 4 മണി വരെയാണ് ജോലി. നിങ്ങൾക്ക് 2 മണിക്ക് ജോലി ചെയ്യും, നിങ്ങൾ 2 മണിക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. അതേപോലെയാണ് ഈ ക്ലീനിങ് ജോലിയാണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും. അപ്പോൾ എന്നിട്ട് 500 ഒരു ദിവസം എന്തോ കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ അറിയാതെ അമ്മൂമ്മ എക്സ്ട്രാ 50 രൂപ ഗ്യാസിന് വരെ കൊടുത്തു. ഞാൻ മോനെ വഴക്ക് പറഞ്ഞു, അമ്മൂമ്മ ഒന്നാതെ പൈസ ഇല്ലാത്ത സമയം എന്തിനാ ഇങ്ങനെ ആവശ്യമില്ല അമ്മ മക്കളെ, അവർക്ക് ഒരു 50 രൂപ ഗ്യാസിനെങ്കിലും ആവട്ടെ. അമ്മൂമ്മ എളുപ്പമാണ്, ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഈ കാനഡയിൽ നിന്ന് കെയർ ഹോമിൽ സ്പെഷ്യലൈസ് നീഡായിട്ടുള്ള ആൾക്കാരോട് നിന്ന് അവരെ നോക്കി അവരുടെ നിന്ന് അടിയും മാന്തക്കവും തെറിയും എല്ലാം കേട്ട് അവിടെ പാമ്പർ വരെ മാറ്റിയാണ് ഞാൻ PR മേടിച്ചത്. അതുകൊണ്ട് എനിക്ക് ആ PR കളഞ്ഞു വരാൻ സത്യം പറഞ്ഞാൽ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, ഓക്കെ, എനിക്ക് അവിടുത്തെ ലൈഫ് അത്ര സെറ്റ് ആവുന്നില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ യോജി ഒരുമിച്ചതിന് ശേഷം എനിക്ക് ഒറ്റ ഇൻകമിൽ എനിക്കങ്ങനെ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ യോജി ഒരുമിച്ചതിന് ശേഷം യോജിയുടെ PR കാര്യങ്ങളെല്ലാം ഓക്കെ ആയതിനു ശേഷം നമുക്ക് 2 പേർക്കും ഇൻകം ഉണ്ടെങ്കിൽ അവിടെ ഒരു കുഴപ്പമില്ല, നിങ്ങൾ സുഖമായിട്ട് ജീവിക്കാം. അതായിരുന്നു നമ്മുടെ പ്ലാൻ. ഞാൻ ഉദ്ദേശിച്ചതും നിങ്ങൾ എടുത്തതും വേറെ കാര്യങ്ങളാണ്. എന്നിട്ട് ഞാൻ ഒരു കമൻറ്റ് എടുത്തിട്ടായിരുന്നു ഇങ്ങനെ, അമ്മൂമ്മയ്ക്ക് വേണ്ടി ഞാൻ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മൂമ്മയ്ക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞാണ് പറഞ്ഞത്. അപ്പൂപ്പൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൂപ്പൻ എന്നെ വിളിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൂപ്പൻ്റെ എല്ലാ കാര്യങ്ങളും സിന്ധുമ്മയും അമ്മവും നോക്കിയിട്ടുണ്ട്. ഞാൻ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അമ്മൂമ്മയുടെ കാര്യങ്ങൾ അവർ കുറേ നോക്കിയായിരുന്നു. പിന്നെ ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു. അതും ഞാനുമായിട്ട് എന്ത് ബന്ധമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എൻ്റെ കാര്യം നോക്കി ക്യാൻറ്റീൻ നിന്ന് എന്നെ അമ്മൂമ്മ വിളിച്ച് കാര്യം പറ്റി എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഓടിച്ചാടി ഇപ്പോൾ വരാൻ താല്പര്യമാണ്. എനിക്കൊരു ഞാൻ പറഞ്ഞു, ജൂലൈ ഒക്കെ കഴിഞ്ഞിട്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസം നിൽക്കാനാണ് ഞാൻ വന്നിട്ട് എന്തെങ്കിലും സെറ്റ് ചെയ്യാം എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ അപ്പൂപ്പൻ മരിച്ചത്. അപ്പൂപ്പൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഓക്കെ
ഈ അമ്മൂമ്മയുടെ കാര്യം എന്തെങ്കിലും ഒന്ന് തീരുമാനമാണ്. അമ്മൂമ്മ ഇനിയിപ്പോൾ എന്നെ ഒരു കത്തി എടുത്ത് കുത്തിയാലും എനിക്ക് അമ്മൂമ്മനെ കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അവരെന്നെ അത്രയ്ക്കും നോക്കിയതാണ്. അഹാനയായിട്ടുള്ള ഒരു ആ ക്ലോസ്നെസ് അമ്മൂമ്മയ്ക്കില്ല. അമ്മൂമ്മയ്ക്ക് എന്നെ വളർത്തിയുണ്ട്, അമ്മൂമ്മയ്ക്ക് ആ ഒരു ക്ലോസ്നെസ് ഉണ്ട്. അതേപോലെ എനിക്ക് എൻ്റെ അമ്മ ഇല്ലാത്തതുകൊണ്ട് അമ്മൂമ്മയാണ് എനിക്ക് ആ ക്ലോസ്നെസ് ഉള്ളത്. അപ്പം ഇവർ തമ്മിൽ ഭയങ്കര അടിയായിട്ട് ഈ അമ്മു ഇത്രയും പറഞ്ഞില്ല, അമ്മൂമ്മ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് അവർ പറഞ്ഞ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ എന്നെ റിമൂവ് ചെയ്ത്. ആ ഗ്രൂപ്പിലുള്ള എൻ്റെ കൊച്ചാണ് സത്യം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അമ്മു ആ ഗ്രൂപ്പിൽ ഇട്ടതാണ്. ഇനി അവരെന്തെങ്കിലും സ്ക്രീൻഷോട്ട് ഇടുകയാണെങ്കിൽ ഞാനും ഈ കാര്യം വിടുമായിരിക്കും. പക്ഷേ എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല. ഞാനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് അങ്ങ് പറഞ്ഞങ്ങ് തീർക്കുക. ഞാൻ പറയാം അവരെന്താണ് ആ ഗ്രൂപ്പിൽ അമ്മൂമ്മേനെ വിളിക്കുന്നതെന്ന്. എൻ്റെ അമ്മ എൻ്റെ അമ്മ പറഞ്ഞ് Mom is not even once telling I should have let dad downstairs washroom. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ പറയുക അപ്പൂപ്പൻ മേലത്തെ ബാത്റൂം, ഇവരെല്ലാവരും പറഞ്ഞാൽ മേലത്തെ ബാത്റൂമിൽ അപ്പൂപ്പൻ പോയി യൂസ് ചെയ്തുകൊണ്ടാണ് അപ്പൂപ്പൻ മരിച്ചു പോയത്. ഇതെല്ലാം കാരണക്കാരി എൻ്റെ അമ്മൂമ്മയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ അപ്പൂപ്പന് മേലത്തെ ബാത്റൂമിൽ ഞാൻ ഇവിടെ ഉള്ള സമയത്ത് അപ്പൂപ്പൻ മേലത്തെ ബാത്റൂമിൽ യൂസ് ചെയ്യില്ല. ആ വാഷിംഗ് മെഷീൻ ബാത്റൂം അവരെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അപ്പൂപ്പൻ ആദ്യം രാവിലെ അമ്മ ഒരു ബക്കറ്റിൽ താഴെ തുണിയിട്ട് വെക്കാം. അമ്മയ്ക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യ. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അമ്മൂമ്മ അങ്ങനെ സ്റ്റെപ്പ് കയറത്തില്ല, അത്യാവശ്യം ഇല്ലെങ്കിൽ കയറത്തില്ല. അപ്പം ആ ബക്കറ്റ് തുണി അപ്പോൾ അപ്പം എന്ന് വെച്ചാൽ ആ തുണി കൊണ്ടുവന്ന് ആ മേലത്തെ ബാത്റൂമിൽ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അപ്പോൾ അവിടെ രാവിലെ കക്കൂസൊക്കെ യൂസ് ചെയ്തിട്ട് പല്ലൊക്കെ തേച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇതായിരുന്നു അപ്പൂപ്പൻ ചെയ്തു. അപ്പൂപ്പൻ്റെ സ്ഥിരം ശീലം ഇതായിരുന്നു. പിന്നെ ഹോംലെസ് വന്നതിന് ശേഷം അപ്പൂപ്പൻ ആ ശീലം പിന്നെ കണ്ടിന്യൂ ചെയ്യണം. ആയവരോട് നമുക്ക് അടി ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൂപ്പൻ അങ്ങനെ കയറി വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കയറി വന്ന ഒരു ദിവസമാണ് അപ്പൂപ്പൻ ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് പോലെ വന്ന് അപ്പൂപ്പൻ മരിച്ചു പോയത്. എനിക്കന്ന് വരാൻ പോലും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഈ ധൃതി വിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷേനേക്കാളും എനിക്ക് ഈ ഡെലിവറി സമയത്ത് എനിക്ക് പണി കിട്ടിയായിരുന്നു. കാരണം മോള് ഞാൻ പ്രതീക്ഷ പോലെ എപ്പിഡ്യൂറൽ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ പെട്ടെന്ന് ജനിച്ചു. അപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി 1ാം തീയതി ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് പോകാൻ വേണ്ടി നിൽക്കും. ഞാൻ അതൊന്നും നിന്ന ഒരാളല്ല. പിന്നെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും എനിക്ക് ഈ ഡെലിവറി കഴിഞ്ഞ് എനിക്ക് ഒരു ദിവസം ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഒരു മിനിറ്റ് ഗൈസ്, കൊച്ചുറങ്ങും, ഞാൻ അവളെ ഒന്ന് കിടത്തിയിട്ട് വരാം. പിന്നെ ഞാൻ ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്കിപ്പോഴും ജെറ്റ് ലാഗ് ഉണ്ട്. കാരണം നമുക്ക് അത്രയ്ക്കും ടൈം ഡിഫറൻസാണ് ഉള്ളത്. ഓൾമോസ്റ്റ് 12 hours ടൈം ഡിഫറൻസ് ഉണ്ട്. നമുക്ക് അത്രയും ടൈം ഡിഫറൻസും ഉണ്ട്, മോക്കും ആ ടൈം ഡിഫറൻസ് ഉണ്ട്. അവൾക്കും അത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുഞ്ഞ് രാത്രി സമയത്ത് ഉണർന്നിരിക്കുക, രാവിലെ സമയത്ത് ഉറങ്ങുക, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ജെറ്റ് ലാഗും കാണും. കാരണം കുഞ്ഞിൻ്റെ ഉറക്കം പോലെയാണ് എൻ്റെ ഉറക്കം. 3 മണിക്കൂറാകുമ്പോൾ കുഞ്ഞ് എണീച്ചിട്ട് അവൾക്ക് കളിക്കണം, ചിരിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവൾ ലിയാൻ വെളുപ്പിനെ 3 മണിക്ക് എണീച്ചിട്ട് എനിക്ക് വിശക്കണമെന്ന്, സ്കൂളിൽ പോകാൻ സമയമായോ. അപ്പോൾ കൊച്ചുറങ്ങി വരുമ്പോൾ ലിയാൻ എണീക്കുക. അതേപോലെ എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഞാനിപ്പോഴാണ് ഇച്ചിരി ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പോയി ചോദിച്ചിട്ട് ചേച്ചിയുടെ വീട്ടിൽ നിന്നായിരുന്നു. കാരണം എന്നെക്കൊണ്ട് ഒട്ടും പറ്റുന്നില്ലാന്ന്. ഞാൻ അവിടെ നിന്നപ്പോഴാണ് അവിടെ എനിക്കിങ്ങനെ ഉറങ്ങാൻ പറ്റുള്ളൂ. അത് രാവിലെ സമയത്ത് ലിയാനുള്ളപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ വീട്ടിൽ? അവന് സമ്മതിക്കുമോ എന്നെ ഉറങ്ങാൻ? അങ്ങനെയാണ് ഞാൻ ആ കമൻറ്റ് ഇട്ടത്. അപ്പോൾ എല്ലാവരും കിടന്ന് സിന്ധുമ്മയുടെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവരിങ്ങനെ കുറ്റം പറയുന്നു. ഞാൻ ഇൻറ്റൻഷനലി അവരെ ടാർഗറ്റ് ചെയ്ത പോലും അല്ല. ഞാൻ നോക്കുമ്പോൾ അവരങ്ങ് പറഞ്ഞു എന്നിട്ട് അവരെ ആശയിപ്പിച്ച അവർ തന്നെ അമ്മു ഈ അഹാന വീഡിയോ ഇട്ടതിന് ശേഷം അവരെ അഹാന അവരൊക്കെ കുറ്റം പറഞ്ഞവരാ അവർ തന്നെ. കാരണം ഞാൻ അതേ കമൻറ്റിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഇത്രയും നല്ല അഹാന എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മൂമ്മ ഭയങ്കര ഇതാണെന്നോ അതാണ്. അമ്മൂമ്മേനെ കുറിച്ച് കൊച്ചുമോൾ പറയുന്നതാണ് അഹാന. ഈ ചാറ്റൊക്കെ എൻ്റെ അവരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ഇതെല്ലാം ഞാൻ എന്തോ ഭാഗ്യത്തിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ബിക്കോസ് ഞാൻ ഈ ചാറ്റൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം, അമ്മൂമ്മയെ കുറിച്ച് മോശമായിട്ട് പറയുന്നു, അതുകൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മൂമ്മയുടെ ഞാൻ ഒന്നും പറയാതെ എണ്ണിട്ടില്ല. all that bitch needs is money. I wonder what she's doing with the 30 lakhs. അപ്പോൾ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം. അപ്പോൾ അമ്മ പറഞ്ഞ് നീ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ട, അവരെന്താ പറയണത് നീ കേട്ട് നോക്കിയിട്ട് നീ എന്നോട് പറ. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ അമ്മൂമ്മ വരെ ഉണ്ടായിരുന്നു. അമ്മൂമ്മ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായിട്ട് മീൻസ് എന്നോട് അഹാന അയച്ചൊരു മെസ്സേജാണ്, തൻവി, യുവർ ഡിയർ ഗ്രാൻഡ് മദർ ഇസ് ദ ബിഗ്ഗസ്റ്റ് ബിച്ച് ഓൺ എർത്ത്. എനിക്ക് തളം എൻ്റെ കൊച്ചാണ് സത്യം അഹാന അയച്ചേക്കുന്ന മെസ്സേജാണ്. If you all wish to see dad alive for some more time, please ask her to adjust. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. എന്നിട്ട് അവർ മാത്രമല്ല അഹാനാണ് എന്നെ കുറിച്ച് ഇട്ടേക്കണമെന്നുള്ളൂ. ഞാൻ അതിനെക്കുറിച്ചുള്ള ചാറ്റ് മാത്രമേ വായിക്കുന്നുള്ളൂ, വേറെ ആരെയും കുറിച്ച് ഞാൻ വായിക്കുന്നില്ല. എന്നിട്ട് എൻ്റെ അമ്മേനെ ഇത്രയും പൊക്കി പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറയണ്ടേ? ഞാൻ സത്യാവസ്ഥ പറയണ്ടേ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. വീട് വൃത്തിയാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മെയിൽ ഫുൾ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഈ വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അമ്മൂമ്മ തന്നെ, എനിക്ക് ഈ ആക്രിക്കടക്കാർ അങ്ങനെ ഒന്നും ശരിക്കും ഈ നാട്ടിലത്തെ ഈ കാര്യങ്ങൾ ഈ കഴിഞ്ഞ 6 ദിവസം ഞാൻ ക്യാൻറ്റീൻ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അമ്മൂമ്മയുടെ ഒരു ഫ്രണ്ടുണ്ട് ബാലകൃഷ്ണൻ അങ്കിൾ എന്ന് പറഞ്ഞാൽ, ആ പുള്ളി വഴി ആൾക്കാരെ കൊണ്ടുവന്ന് മെയിൽ മൊത്തം ക്ലീൻ ആക്കിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് പോലുമില്ല, അമ്മൂമ്മയായിട്ട് ചെയ്യിപ്പിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞ് ഇവിടെ കിച്ചണിൽ അലുമിനിയം സ്റ്റീലും ഒക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ടുപോയി നമുക്ക് എവിടെയോ പാളയത്ത് എവിടെയോ കടയിൽ കൊടുക്കാൻ പറ്റും. ഇതൊന്നും എനിക്കറിയുന്ന കാര്യമല്ല. ഇതെല്ലാം ചെയ്യാമെന്ന് അമ്മൂമ്മ എന്നോട് പറയാം. അപ്പോൾ പതുക്കെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പറയാം. കറണ്ട് ബില്ല് അടയ്ക്കാറുണ്ടായിരുന്നു, വെള്ളം ബില്ല് അടയ്ക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ മേലിലാണ് കൊച്ചിനെ വെച്ച്, ഈ റൂമിലാണ് നമ്മൾ 4 പേരും കിടക്കുന്നത്, ഇച്ചിരി വലിയ കട്ടിലായുണ്ട്.
അപ്പോൾ ഇതാ ഒരു ഫ്രിഡ്ജ് വരെ നമ്മൾ നമ്മൾ ഇന്ന് മേടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ, സമയമില്ല. നിങ്ങളുടെ എല്ലാ കമൻറ്റും എനിക്ക് റിപ്ലൈ തരാനുള്ള സമയമില്ല, സാഹചര്യവും ഇല്ലായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും നിങ്ങൾ അവരെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു ആദ്യം, അത് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ കമൻറ്റ് ഇട്ടു. അപ്പോൾ അതിൻ്റെ താഴെ മൊത്തം എനിക്ക് സമയമില്ലായിരുന്നു ഡിലീറ്റ് ചെയ്യാനും, കാരണം എനിക്ക് അവരെക്കുറിച്ച് നെഗറ്റീവ് ഇടുന്നത് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഞാൻ എത്രയെന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്തിട്ടെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് പറ്റുമ്പോഴത്തേക്കും എനിക്ക് ഒന്നെങ്കിൽ റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുക. അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ഫെയിം എന്ന് പറഞ്ഞ സാധനം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാനഡ വിട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ പെട്ടി പോയി, എൻ്റെ കാർ സീറ്റർ പോയി. എന്നിട്ട് ഞാൻ എയർപോർട്ടിൽ ഞാൻ ഇന്ന ദിവസമാണ് വരാമെന്ന് പറഞ്ഞിട്ട് ഇവരാരും നമ്മളെ പിക്ക് ചെയ്യാൻ വന്നില്ല. ഓസി മാത്രമാണ് വന്നത്. അവരെല്ലാവരും പറഞ്ഞാൽ എനിക്കൊന്നും അവളെ ഒന്നും പിക്ക് ചെയ്യാൻ പറ്റത്തില്ല, അവളെ വേണമെങ്കിൽ നീ വേണമെങ്കിൽ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ പോയി പിക്ക് ചെയ്യും. ഞാൻ ഓസിയാണ് പണ്ട് തൊട്ടേ കൂട്ട്. അപ്പോൾ ഓസി മാത്രമാണ് എന്നോട് ശരിക്കുള്ള സ്നേഹം. കാരണം ഞാനും ഓസി ഒരേ പ്രായമാണ്. അപ്പോൾ ഞാൻ ഇത്രയും സ്പീഡിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലിയാൻ ഇപ്പോൾ കയറി വരും. അവൻ കയറി വന്നാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ജോജി അവനെ കൊണ്ട് ജസ്റ്റ് താഴേക്ക് പോയി വെളിക്ക് കളിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിന് പറയുന്നത്. സോ ബേസിക്കലി ഓസിയും അശ്വിനും മാത്രമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇത്രയും ഹെൽപ്പ് ചെയ്തത്. അവരുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ വന്ന സമയത്ത് അവരെന്നെ നിർബന്ധിച്ചിട്ടാണ് അശ്വിൻ എസ്പെഷ്യലി അത്രയും എന്നെ നിർബന്ധിച്ച് തന്നെ ഇത് ഇങ്ങനെ ചെയ്യണം, ടാബിൽ ഇങ്ങനെ ചെയ്യണം, ഇന്ന പാട്ട് ഇങ്ങനെ ചെയ്താൽ ഇത്ര റീൽസിൻ്റെ ഇത്രയും. എനിക്കന്ന് പറഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സാധനം എന്താണെന്ന് എനിക്കന്ന് അറിയത്തില്ല. ഞാൻ പണ്ട് യൂട്യൂബിൻ്റെ അക്കൗണ്ടിൽ എന്തോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നൊക്കെ എനിക്ക് ഇത്ര 40,000 വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ടിടുന്ന വീഡിയോസ് ഒന്നും. അന്നൊന്നും ഇവരാരും സഹായമൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല ഞാൻ ഇട്ടത്. പിന്നെ ഇവരുടെ കൂടെ ഞാൻ ഓരോ വ്ളോഗ്സിൽ എൻ്റെ കസിൻസ് ആയിട്ട് ഇപ്പം അവർ ഇച്ചിരി ഫേമസ് ആണെന്ന് വെച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എൻ്റെ കസിൻസായിട്ട് വീഡിയോ ഇടുന്നു. അപ്പോൾ അവർ ഫേമസ് ആണെങ്കിൽ അവർ ആ വീഡിയോയിൽ കണ്ടിട്ട്, അല്ലാതെ ഇവർ ഫേമസ് ആയിട്ട് ഇവിടെ കൂടെ പോയി ഞാൻ നിന്ന് വീഡിയോ ഒന്നും എടുത്തല്ല. നിങ്ങളുടെ കസിനോട് നിങ്ങൾ വീഡിയോസ് എടുക്കാറില്ലേ, ഫോട്ടോസ് ഇടാറില്ലേ? അതേപോലെ ഞാൻ ചെയ്തു. അവർ ഫേമസ് ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ യൂട്യൂബ് എന്നെ മെയിൻലി ഹെൽപ്പ് ചെയ്തത് ഓസിയാണ്. അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അമ്മൂമ്മയുടെ കുറേ കാര്യങ്ങൾ ഞാൻ കാനഡ പോകുന്നവരെ അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കിയത്. അതിനുശേഷം സിന്ധു അമ്മൂമ്മയുടെ കാര്യങ്ങൾ കുറേ നോക്കിയായിരുന്നു. പിന്നെ അവരെ അടിച്ച് തെറ്റി പിരിഞ്ഞു. എന്നോട് പറഞ്ഞു, സിന്ധുമ്മ പറഞ്ഞു, നീ ഇനി നാട്ടിൽ വന്നിട്ട് അവിടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്ക്, ഇനി അവരടുത്ത് 20 വർഷം ജീവിക്കുകയാണെങ്കിൽ നീ അവിടെ കാര്യം നോക്കുമെന്ന് ചോദിച്ചു. അതിൻ്റെ ചാറ്റൊക്കെ എൻ്റെ ഇരിപ്പുണ്ട്, എനിക്കതൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു അവർ ഇനി അടുത്ത് 20 വർഷം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത 20 വർഷം അവർ നോക്കും. ഓക്കെ. കാരണം എൻ്റെ മനസ്സിൽ വേറൊരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കാനഡ വിട്ട് നാട്ടിൽ വരെ അമ്മൂമ്മയുടെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ. എനിക്ക് ദുബായിൽ എൻ്റെ അമ്മയായിട്ട് ഞാൻ ക്ലോസ് അല്ല. എനിക്ക് അവിടെ 2 അനിയന്മാരുണ്ട്. അവരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അവരായിട്ട് ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ അമ്മ സമ്മതിക്കില്ല. അതല്ലാതെ എനിക്ക് ദുബായിൽ 3 അനിയന്മാരുണ്ട്. എന്നെ എപ്പോഴും വിളിക്കുന്നത് ആ 3 അനിയന്മാരും എന്നെ കാണണമെന്നും എന്നോട് സംസാരിക്കണമെന്നും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഞാൻ ദുബായിലെങ്കിലും പോയി അവരുമായിട്ട് അവിടെ സെറ്റിലാവും. ഇതായിരുന്നു എൻ്റെ 2ാമത്തെ പ്ലാൻ. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് കാനഡയിൽ സെറ്റിലാവാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഒറ്റയാൾക്ക് ഇങ്ങനെ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആരും ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പോൾ ഈ ഡിവോഴ്സൊക്കെ ആവുകയാണെങ്കിൽ നാട്ടിൽ വന്നിട്ട് ആരെങ്കിലുമൊക്കെ കല്യാണം കഴിക്കാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. അതിൻ്റെ ഇടയ്ക്കാണ് ലിയാൻ്റെ കാര്യം പറഞ്ഞ വേണ്ടിയാണ് നമ്മൾ വീണ്ടും ഒരുമിച്ചത്. ഇത് എൻ്റെ കൊച്ചിന് വയ്യാന്ന് ഞാൻ പറയും, നിങ്ങൾ കള്ളമാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ ആരെയും പേടിച്ചിട്ടൊന്നുമല്ല സെക്കൻഡ് വീഡിയോ എടുത്തത്. ഞാൻ അത്രയും ടയേർഡായിരുന്നാണ് ആ വീഡിയോ എടുത്തത്. കാരണം എനിക്ക് ഉറക്കമില്ല. ഇപ്പോഴാണ് കുറച്ചൊന്ന് ഉറങ്ങി വരുന്നത്. ഈ മോളുടെ ഇത് അവളിപ്പോഴും ഞാൻ അവളൊക്കെ ഇറത്തി ഉറക്കിയത് പോലെ എൻ്റെ കയ്യിൽ നിന്ന് ഉറങ്ങിയ കൊച്ചു ഇതാ ഇപ്പോൾ കൈ ആട്ടിക്കൊണ്ടിരിക്കുന്നത്. അവൾക്കും സമയങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. കാനഡയിൽ ജനിച്ച് വളർന്ന കൊച്ചാണ് അവൾ. അപ്പോൾ എല്ലാം നമ്മൾക്ക് സെറ്റാക്കി വരണ്ടേ. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഓരോ ദിവസവും 700-800 ഗ്രാം വീതം എൻ്റെ വെയിറ്റ് കുറയുന്നത്. അപ്പോൾ അത്രയ്ക്കും ഓരോ കാര്യങ്ങളും പണിയും ഉറക്കവും ഇല്ലാതെ ആഹാരം കഴിക്കുക. ഇപ്പോൾ സമയം എത്രയായി? 5:30. ഇതുവരെ ഞാൻ ലഞ്ച് പോലും കഴിച്ചിട്ടില്ല. കാരണം ഈ ഫ്രിഡ്ജ് വെക്കാൻ ആൾ വന്ന്, നമ്മൾ എയർ ഫ്രയർ മേടിച്ച്, മൈക്രോവേവ് മേടിച്ച്, ഇതെല്ലാം കൊണ്ടുപോയി താഴെ വയ്ക്കാൻ ആൾ വന്ന്, പിന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ സിസ്റ്റം കൊള്ളില്ല. അപ്പം കൂടെ ഓരോ കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ ഈ കമൻറ്റ് സെക്ഷനിൽ ഒരു സമയത്ത് നിങ്ങളെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ട് പറയാം, അടുത്ത സെക്കൻഡ് നിങ്ങളെല്ലാവരും ഭയങ്കര നെഗറ്റീവായിട്ട് പറയാം. അവരെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്തത്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് എല്ലാം ഡിലീറ്റ് ചെയ്യാനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തത്. പിന്നെ അത് കമൻറ്റ് സെക്ഷൻ മൊത്തം തലതിരിഞ്ഞ് എന്നെക്കുറിച്ചുള്ള കുറ്റമായിരുന്നു. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്നെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇഷ്ടം പോലെ പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ ഇന്നലെ രാത്രി വ്ളോഗ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും വെച്ചാൽ പറഞ്ഞു, എനിക്കത് കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. എൻ്റെ അമ്മൂമ്മ എന്നെ വിളിച്ച്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ക്ലിപ്പ് ഇടാം. എൻ്റെ മക്കൾ അമ്മൂമ്മ എന്നെ കാനഡ വിളിച്ച് വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ച് വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരും നോക്കണം, നീ ഇഞ്ഞു വാ. പക്ഷേ അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറേ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു
ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ ഇവളെന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെയും ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിൻ്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിൻ്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതേ ഇതേ പിന്നെ എന്താ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇത് കണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എനിക്ക് അവർ അയക്കണേന് ഇത് കണ്ട അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് അയക്കുന്നതേ ഇല്ല. അപ്പം അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ പറയില്ല. എന്നിട്ട് അവർ പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്നും അപ്പൂപ്പൻ്റെ മൂക്കുന്ന രക്തം വന്നു. ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അത് അവരെ മൂക്കുന്ന രക്തം വന്നെന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ മൂക്കങ്ങനെ മുറിഞ്ഞ രക്തം വന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിലൊന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ പറയുന്നത്. തെറിയും പറഞ്ഞു കൊണ്ടുപോയൊരു ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാലും അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും, എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്. അതും പോയി. അമ്മൂമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തന്നെ നോക്കാത്തതിൻ്റെ പേരിലാണ് ഞാൻ. അവർ പറയുന്നത്, അമ്മ പറയുന്നത് ചിന്നമ്മ എന്നാണല്ലോ എൻ്റെ അമ്മേനെ വിളിക്കുന്നത്. ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും എൻ്റെ ഒരാൾ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ചാൽ അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കല്യാണത്തിന് പോലും ആ 4 സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ. എന്നിട്ട് പറയുക അമ്മൂമ്മ അപ്പൂപ്പനായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് എന്ത്? ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യും. അത് ആരും തിരക്കേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങൾ 10-58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോലെ. അപ്പം അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും എനിക്ക് ജീവിക്കാനുള്ളതും ഒക്കെ തന്നിട്ട് തന്നെ എൻ്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തെന്തിനപ്പൂപ്പ, എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നെല്ലാം അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നഴ്സ് നിന്നിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മൂമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മൂമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, എന്നാ അപ്പൂപ്പനും അങ്ങനെ ഇഷ്ടം പോലും അല്ല. അപ്പം എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നില്ല. എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു ഇഷാനിയായിട്ടാണ് വരണത്. കാരണം ഇഷാനിയൊക്കെ ഡീസൻറ്റ് പിള്ളേരാണ്. ആ വീട്ടിലേക്ക് ഇഷാനിയും ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു. അമ്മൂമ്മയുടെ കൂടെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞു. കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത്, എൻ്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കില്ല,
നീ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എൻ്റെ കല്യാണത്തിനൊന്നും വിളിക്കില്ല. എൻ്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാനും കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിൻ്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട, 75 വയസ്സായ എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാൻ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരെയില്ല മോനെ. എന്നോട് വിളിച്ചു. എന്നിട്ട് അമ്മൂമ്മയ്ക്ക് തേക്കാനുള്ള തുണി എടുത്ത് എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ കുറേ തുണികളെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് ഹോം നഴ്സ് പയ്യൻ്റെ കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തേച്ച് ഒരു തുണി പോലും എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ആ തുണികൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പം ഞാൻ തുണി നോക്കണം, തുണിയില്ല. എന്നിട്ട് ആ ഹോം നഴ്സ് പയ്യനെ വിളിച്ച് ഞാൻ ചോദിച്ചേടാ മോനെ, അന്ന് ഞാൻ 10-12 ചുരിദാറുകൾ എടുത്ത് തേക്കാൻ തന്നല്ലടാ, ആ ഒരു തുണി ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല എന്നായി. അത് കൊടുത്തിട്ട് ആ തുണി എനിക്ക് തിരിച്ചു കിട്ടിയില്ല. കാരണം അണ്ണാച്ചി തുണി തേച്ചാൽ ഇവരെ വീട്ടിലാണ് കൊടുക്കുന്നത്, സിന്ധുവിൻ്റെ വീട്ടിലാണ് കൊടുക്കുന്നത്. അത് അവനടുത്തങ്ങ് മാറ്റിക്കളഞ്ഞു. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് കൊടുക്കാൻ ഒരു തുണി വാങ്ങിത്തരാൻ ആരുമില്ല. എൻ്റെ തുണി അവൾ വാങ്ങിത്തന്ന തുണിയും ഞാൻ വാങ്ങിച്ചതും. എപ്പോഴും ഞാൻ ഒരിക്കൽ നർമ്മദയിൽ പോയി ഒരു 3-4 തുണി വാങ്ങിച്ചു. ആ തുണിയെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം അവളങ്ങ് തിരിച്ചെടുത്ത്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ ആ തുണിയില്ല. അതുകൊണ്ട് നമ്മൾ പോയി അതിനും തുണി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞ് അമ്മമ്മയ്ക്ക് തുണി ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്നും പറഞ്ഞ് പോയി. എനിക്കൊരു 5 ചുരിദാറിൻ്റെ തുണി വാങ്ങിച്ച് അവൾ തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്, എനിക്ക് തുടുക്കാൻ തുണിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ മോൾ എന്നോട് കാണിച്ചത്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറയും, ഡാഡി ആ സ്ത്രീ ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ്. ആ സ്ത്രീ അങ്ങ് ചത്താൽ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവേയില്ലല്ലേ എന്ന് എപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയണ വാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല, അവൾ നമ്മളെ മോളല്ല. അവൾ ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവൾ. പിന്നെ അവർ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി എടുക്കുക ചെയ്യണതുകൊണ്ട് അവർ മിണ്ടാതിരുന്ന്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോം നഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും പഞ്ചകിയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങിത്തരണത് ഞാൻ അവർ കഷ്ടപ്പെട്ട് ഇവരിന്ന് ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കില്ലേ. എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവർ ഊട്ടിയിൽ കുട്ടപ്പേട്ട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിൻ്റെ പേരിലാണ് അവരിപ്പോൾ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ട് കിടക്കണം. ഇംഗ്ലീഷ് എന്നിട്ട് അമ്മ ആരുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ ചെലവിന് ഇപ്പോൾ ആരെങ്കിലും തരുന്നുണ്ടോ? ഇപ്പം മെനിങ്ങാന്ന് എൻ്റെ അനിയത്തിനെ മോൻ, കാരണം ഞാൻ ഇട്ടയക്കുന്ന പൈസയ്ക്ക് പലിശ കിട്ടുന്നത് എനിക്ക് 18 രൂപ എനിക്ക് കിട്ടും. അറിയാതെ അമ്മ, എനിക്ക് അറിഞ്ഞാൽ അവർ പറയും അവിടെയാണെന്ന്. അമ്മക്ക് അറിയാതെ സംസാരിക്കും. 24 രൂപ കൊടുക്കണം, വീട്ടോട് ഒരു ജോലിക്കാരിയെ വെക്കുന്നു. പിന്നെ എനിക്ക് ചിലവില്ലേ, എനിക്ക് മരുന്ന് വേണ്ടേ, അതിനെൻ്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ മെനിങ്ങാന്ന് എൻ്റെ അനിയത്തിനെ മോനെ വിളിച്ചിട്ട് ഞാൻ അമ്മമ്മയ്ക്ക് കാല് നീട്ടി ഇടാതെ ഒഴിക്കാൻ പോലും പറ്റില്ല, കാല് മൊത്തം നീരാ. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലും ഇല്ല. എൻ്റെ അനിയത്തിനെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ നിൻ്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തമ്മയ്ക്ക് 2 പേരും കൂടെ എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താലും 2 പേരും കൂടെ ഒരു 20, സിന്ധുവിൻ്റെയും സിമിയുടെയും കൂടെ ഒരു 25 രൂപ അമ്മമ്മയ്ക്ക് തരാൻ പറ മക്കളെ. എങ്കിൽ എനിക്ക് വീട്ടോടെ നിൽക്കണ ഒരു ജോലിക്കാരിയെ വയ്ക്കുകയും മരുന്ന് മേടിക്കുകയും ചെയ്യാൻ മോനെ. അവരൊക്കെ അതൊരു പിച്ചക്കാശ പോലെയല്ലേ ഉള്ളവരുടെ തരാൻ പറ. ഇപ്പോൾ ഒരു 10 മാസം ഒരു 15 രൂപ തരാൻ സിന്ധുവിനെ കൊണ്ട് നടക്കും, സിമിയെ കൊണ്ട് കഴിയും. സിമിയുടെ ഭർത്താവ് ഇന്ന് ജോലി ചെയ്യണം, എൻ്റെ ഭർത്താവാണ് അങ്ങനെ ഒരു ജോലി അവൾക്ക് വാങ്ങി. അമ്മമ്മക്ക് അറിയല്ലേ അമ്മമ്മക്ക് അറിയാതെ പറ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അവനെയാണെന്ന്. എന്നിട്ട് ഞാനിന്നതാ ഇങ്ങനെ ഇരിക്കുന്നു, എനിക്ക് ആരുമില്ലാതെ ഞാൻ ഇരിക്കുന്നു. കേട്ടാണ് ഞാൻ ഓടി വരുന്നത്. കാരണം പറഞ്ഞൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. കാരണം എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. അമ്മൂമ്മയെ നോക്കാൻ ആരുമില്ല. ഇപ്പോൾ അത് അമ്മൂമ്മയും അവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞു, അവർ നോക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാനും പറഞ്ഞു ഓക്കെ എങ്കിൽ നിങ്ങൾ നോക്കണ്ട, എന്നെ നോക്കിയവരല്ലേ, ഞാൻ വന്ന് നോക്കിക്കോളാം. ഇത്രയും നടന്നുള്ള സംഭവം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മാലാഖയാണെന്നും അതെല്ലാന്നും ഇല്ല എന്ന് പറയുന്ന ആൾ ആദ്യം അവർ ചെയ്ത ചാറ്റും കാര്യങ്ങളും മറക്കാതെ എല്ലാ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ആദ്യം അവരത് ഓർത്തിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ അവർ നല്ലവരാണെന്നോ സ്വന്തം അമ്മൂമ്മ എത്ര പ്രശ്നമാവട്ടെ അങ്ങോട്ട് ഒരു സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാണ് ബിച്ച് കുഞ്ഞിനീച്ച് ബിച്ച്. സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാ വസന്ത, എടി പോടി എൻ്റെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അമ്മൂമ്മ വിളിച്ച് കരയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ലഭിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വയസ്സായ അമ്മാമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. OCD, അതുപോലെ കുറച്ച് കുഴപ്പക്കാരി തന്നെയാണെന്ന് വെച്ചോളൂ. പക്ഷേ സ്വന്തം മക്കൾ അവരെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അവർ പിന്നെ എന്തു ചെയ്യും? ഇതിപ്പോൾ 2 പേരുടെ ഭാഗത്തും തെറ്റുള്ളതായിട്ടാണ് തോന്നുന്നത്. അവർ അവരെ നന്നാക്കിയും പറയുന്നു, ഇവർ ഇവരെ നന്നാക്കിയും പറയുന്നു. ഇതൊക്കെ പിന്നെ എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കി മാറ്റുന്നതാണ്. തൻവി പറഞ്ഞതുപോലെ തൻവിയുടെ ആദ്യത്തെ വീഡിയോയിൽ തൻവി ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എല്ലാ കമന്റുകളും ബാക്കിയുള്ള റിയാക്ഷൻ ചാനൽ ചെയ്യുന്ന വീഡിയോസും എല്ലാം അത് നേരെ സിന്ധു കൃഷ്ണയ്ക്കും അഹാന കൃഷ്ണയ്ക്കുമെതിരെ ആക്കി മാറ്റിയതാണ്. അതിന് പ്രതികരിച്ചുകൊണ്ട് അഹാനയുടെ വീഡിയോ വന്നപ്പോൾ എല്ലാവരും കരുതിയിരുന്നത് ആ അമ്മാമ്മ ഒരു വില്ലിയാണ്, തൻവി പറഞ്ഞതെല്ലാം പച്ച നുണയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നുമല്ലാതെ നമ്മളറിയാത്ത പല കാര്യങ്ങളും ആ കുടുംബത്തിൽ നടന്നു പോയിട്ടുണ്ട്.
അതൊന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്യേണ്ട കാര്യവുമില്ല. പക്ഷേ അഹാനയുടെ വീഡിയോയ്ക്ക് ശേഷം എല്ലാവരും തൻവിക്കെതിരെയായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. പിന്നെ തൻവിക്ക് തൻവിയുടെ നിരപരാധിത്വം തെളിയിക്കാതെ വേറൊരു വഴിയുമില്ലായിരുന്നു. അതിനായിരുന്നു തൻവി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. പക്ഷേ ഉടൻ തന്നെ പുള്ളിക്കാരി അത് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. എന്തിനാണത് ചെയ്തത് എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇതിനോടകം തന്നെ അത് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി കഴിഞ്ഞു. ഇനി എന്തൊക്കെ തെളിവുകളാണ് അഹാന കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് വഴിയെ കണ്ടറിയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്. പുതിയ അപ്ഡേറ്റ്സിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.